കൂട്ടപ്പടക്കത്തിന് തിരി കൊളുത്തിട്ട് നീ അങ്ങനെ മാറി നിൽക്കുകയാണല്ലേടി. കാർത്തിക ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവളാ. നിന്നെ നിൽപ്പിൽ നിന്ന് പാതാളത്തിലേക്ക് ചവിട്ടി ഇറക്കിയാലും ചിരിച്ചുകൊണ്ടത് സ്വീകരിക്കും. പക്ഷേ അവസാന ശ്വാസം നിൽക്കുന്നത് വരെ ഒരു ചെറുത്തുനിൽപ്പ്, തൻ്റെതായ ഒരു പോരാട്ടം, അത് ഞാൻ നടത്തുവടി. എന്നിട്ടേ ഇവിടുന്ന് ഇറങ്ങൂ. ശാലിനി പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ വരുന്ന ജയശങ്കറിന്റെ ഒരൊറ്റ വാക്കി തന്നെ എല്ലാം ശരിയോ. ഈ കാർത്തിക എന്ന ഇത്തിൽ കണ്ണിയെ ശരീരത്തിൽ നിന്ന് വലിച്ചു പറിച്ചു കളയാനുള്ള ഒരു അസുലഭ നിമിഷം. എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു തീർപ്പ് ഇന്നിവിടെ ഉണ്ടാവും. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹായ് അങ്കിൾ. ഹായ് മോളു. ഇപ്പൊ കൈയുടെ വേദനയൊക്കെ മാറിയോ? മാറി അങ്കിൾ. അങ്ങോട്ട് ഇന്ത്യയിലേക്കാം. എന്നെ ഇവിടുന്ന് അടിച്ചിറക്കാൻ തന്നെയാ ഇയാൾ വന്നിരിക്കുന്നത്. ഇയാള് പറയുന്ന സത്യങ്ങൾ കേട്ട് സത്യം എന്നെ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കുന്ന ചടങ്ങ് മാത്രമേ ഇനി നടക്കാനുള്ളൂ. അധികം താമസിയാതെ അതും നടക്കും. എന്റെ കൃഷ്ണ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ എവിടേക്ക് പോവും? സത്യമേ, ജയശങ്കറിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. എന്റെ മകൻ വിഷ്ണുവിന്റെ വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിക്കുകയായിരുന്നു. ഇതാ വിഷ്ണു. ഹലോ, ഞാൻ ജയശങ്കർ. ഞാൻ ഇതിനു മുമ്പോട് വന്നിരുന്നു 2 തവണ. അവസാനം ഇവിടെ നിന്ന് പോകുമ്പോ ഈ വീട്ടിൽ ഇങ്ങനെ ഒരിക്കൽ കൂടി എനിക്കൊരു കാര്യത്തിനായി വരേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ല. ജയശങ്കർ, നേരെ കാര്യത്തിലേക്ക് കടക്കാം. അവൾ ഇരയിട്ട് കഴിഞ്ഞു. ഇനി അതിൽ പിടിച്ച് ജയശങ്കറിനെ കയറേണ്ട താമസമേ ഉള്ളൂ. ഇനി അവൻ പറയുന്നതാണ് സത്യം. ഒരു കുടുംബം മുഴുവൻ എന്റെ നേരെ വാളോങ്ങി വരുമല്ലോ ദൈവമേ. ഞാൻ അന്ന് വന്നപ്പോ പറഞ്ഞിരുന്നു, ഒരു പെൺകുട്ടി അന്വേഷിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതൊരു ചതിയുടെ കഥയാ. ആദ്യം നിങ്ങളത് അറിയണം. ഒരു വിവാഹം കഴിച്ച് സെറ്റിൽ ആവുക എന്നത് ഏതൊരാളിന്റെയും പോലെ എന്റെയും ആഗ്രഹമായിരുന്നു. അങ്ങനെയാ വീട്ടുകാരുടെ എല്ലാം നിർബന്ധത്തിന് അവസാനം വഴങ്ങി ഞാൻ അവളെ പെണ്ണ് കാണാൻ ചെന്നത്. എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ. എനിക്കിനി വയ്യ ഈ ഭാരവും പേറി ജീവിതം തള്ളി നീക്കാൻ. തീർന്നു കാർത്തികേ, ഇനി നിനക്കിറങ്ങാം എന്നേക്കുമായി ഇവിടുന്ന്. അവളുടെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഒരുപാട് ഇഷ്ടമായി. അവര് ഒരു സാധാരണക്കാരാ. മകളുടെ കല്യാണത്തിന് വേണ്ടി അവരെനിക്ക് അവരുടെ സമ്പാദ്യം മുഴുവൻ തരാൻ തയ്യാറായി. പക്ഷെ ഞാനെന്ന് അവരോട് പറഞ്ഞതേ അവരുടെ മകളെ മാത്രം മതിയെന്ന. പക്ഷേ വിവാഹ നിശ്ചയത്തിന്റെ അന്ന് എന്നെ, എന്റെ ബന്ധുക്കളെ, അവളുടെ അച്ഛനെ അമ്മയൊക്കെ ചതിച്ചുകൊണ്ട് അവള് ഏതോ ഒരു കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്റെ കുടുംബത്തിൽ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. എന്റെ പെങ്ങളുടെ വിവാഹം മുടങ്ങി. എന്നെ ചതിച്ചിട്ട് അവൾ അങ്ങനെ ഒരു കാമുകന്റെ കൂടെ ജീവിക്കണ്ട. അവളെ കണ്ടിട്ട് കൊല്ലാനായിട്ടാ ഇനി എന്റെ ജീവിതം. മേഡം അല്ലേ പറഞ്ഞത് അവൾ ഇവിടെ ഉണ്ടെന്ന്? അവളെ വിളിക്കേ.
ജയശങ്കർ പറഞ്ഞ പെൺകുട്ടിയുടെ പേരെന്താ? കാർത്തിക. എനിക്കറിയണം സത്യാമ്മേ, എന്തിനാ പാവം പിടിച്ച അച്ഛനും അമ്മയും പറ്റിച്ചെന്ന് എനിക്ക് ചോദിക്കണം. എന്റെ കുടുംബത്തിൽ ഇത്തരം പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് എനിക്ക് ചോദിക്കണം. എന്റെ മുന്നിലേക്ക് വേഗം വിളിക്കവളെ. കാർത്തികേ, തീർന്നു. പിടിച്ചു നിന്നതും പിടിച്ചടക്കിയതും എല്ലാം തീർന്നു. ഈ പത്മവ്യൂഹം പൊട്ടിച്ച് ഇറങ്ങി ഓടാനും കഴിയുന്നില്ലല്ലോ ദൈവമേ. കാർത്തികേ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടി. നിന്നെ ഒന്നിങ്ങനെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ ഈ പെടാപ്പാടൊക്കെ പെട്ടത്. നിനക്ക് ആളെ മനസ്സിലായില്ലേ? കാർത്തികേ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. നീ സത്യാമ്മയ്ക്ക് മുന്നിൽ നിരത്തിയ 100 കള്ളങ്ങൾ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം ഒരൊറ്റ നേര് കൊണ്ട് ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയാൻ പോവുക. ഒളിക്കാൻ ഇനിയൊരു മാർഗമോ പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തിരുമ്പോ ഇനി നിന്റെ മുന്നിലില്ല. സത്യാമ്മയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം വീണ അവരൊരു പക്ഷെ നിന്റെ ജീവൻ ബാക്കി വെച്ചേക്കും. ജീവൻ. ഇയാൾ ഇവിടെ പറഞ്ഞതെല്ലാം സത്യമാണോ? ഈ നിൽക്കുന്ന ജയശങ്കറിനെ നിനക്ക് അറിയാവോന്ന്? കാർത്തികേ, നിന്നോടാ ചോദിച്ചത് ഇയാളെ നിനക്ക് അറിയാമോന്ന്. പറയടി, അറിയോ ഇല്ലയോ? ഇതാണ് നിങ്ങൾ പറഞ്ഞ കാർത്തിക? ഇത് പക്ഷെ ഞാൻ പറഞ്ഞ കാർത്തിക അല്ല. എന്താ ജയശങ്കർ പറഞ്ഞത്? ഞാൻ അന്വേഷിച്ചു വന്ന കാർത്തിക ഇതല്ലെന്ന്. ജയശങ്കർ ഒന്ന് ശരിക്കും നോക്ക്. അന്ന് നിങ്ങളെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞ കാർത്തിക തന്നെയല്ലേ ഇത്? അല്ല, എന്നെക്കാളും നിശ്ചയം മേഡത്തിനുണ്ടാവില്ലല്ലോ. എന്നെ ചതിച്ച കാർത്തികയുടെ ചിത്രം എന്റെ ഉള്ളിൽ മങ്ങാതെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ തിരയുന്ന കാർത്തിക ഇതല്ല. ഈശ്വര, ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ കാർത്തിക ഇതല്ല അല്ലേ? അല്ല സത്യാമ്മേ. അതെ, ഇവരെ വിളിച്ചോണ്ട ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായതിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ജയശങ്കർ, ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്ക്. ഞാൻ കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടി എനിക്കറിയാതിരിക്കുമോ?
സത്യാമ്മ എന്നോട് ക്ഷമിക്കണം, എല്ലാവരും. എന്തിനായിരുന്നടി ഇങ്ങനെയൊരു നാടകം? ഒരു പാവം പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് മുമ്പിൽ വിളിച്ചു നിർത്തിയുള്ള നിന്റെ ഈ തരം താഴ്ത്തലുണ്ടല്ലോ, അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന നിന്റെ ഈ അപമാനിക്കൽ. ഇനി നീ അത് കാർത്തികയുടെ അടുത്ത് എടുക്കരുത്. എടുത്താൽ നിന്റെ കളക്ടർ പദവിയൊന്നും ഞാൻ പിന്നെ നോക്കില്ല. ഭാമേ, ശാലിക്ക് അങ്ങനെ തെറ്റ് പറ്റില്ല. ഇനിയേ അയാൾ മനഃപൂർവ്വം. നിങ്ങൾ അവളെ ന്യായീകരിക്കും. ഇവളുടെ കുറ്റം കുറവൊന്നും നിങ്ങളുടെ മുമ്പിൽ ഇല്ലല്ലോ. സത്യമേ, ഞാൻ എന്താ പറയാ? മിണ്ടരുത്, നീ മിണ്ടരുത്. ഡി, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ഡി, എന്നെ നീ അങ്ങനെ വിളിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. ഇന്ന് നിർത്തിക്കോണം ഇവൾക്കെതിരെയുള്ള നിന്റെ CBI അന്വേഷണം. ദേ, ഞാൻ ഇവളെ അങ്ങ് മരുമകളായി സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയേ ഇവൾക്കിനി എന്തു കുറവുണ്ടായാലും അത് ഞാനങ്ങ് സഹിച്ചോളാം. പക്ഷേ ഇനി നീ എന്റെ കുട്ടിക്ക് നേരെ ഇതുപോലുള്ള കള്ളക്കഥകളും കൊണ്ട് വന്നാൽ തീർന്നു നീ. ഇത് നിനക്കുള്ള ഒടുക്കത്തെ താക്കീതാ. മോളെ, സത്യാമ്മയോട് ക്ഷമിക്കണം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ സത്യമ്മേ. എന്റെ കൺ കണ്ട ദൈവമാ സത്യമ്മ. സർവേശ്വരൻ എന്റെ കൂടെയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വെമ്പി നിൽക്കുന്നവർക്ക് ജയശങ്കറിലൂടെ മറുപടി കൊടുത്തിരിക്കുന്നു. മതി, ഇത്രയും മതി ഭഗവാനെ. എന്നെ തകർക്കാൻ വരുന്നവർക്ക് മുന്നില് ഇനി ഞാൻ പിടിച്ചു നിന്നോളാം. ഇവിടെ ഇനി പിടിച്ചു നിൽക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ഞാനിവിടെ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ അവനെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇനി അതിന്റെ പിന്നില് മറ്റെന്തെങ്കിലും ഉദ്ദേശം? ഈശ്വര, എങ്ങനെ ഒന്നും അറിയാൻ പറ്റുക? എന്നെ കണ്ടുപിടിക്കാനായി നടന്ന ജയശങ്കർ എന്നെ കൺമുന്നിൽ കണ്ടിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നാടകം കളിച്ചത്? അത്രയും ആളുകൾക്ക് മുന്നിൽ വെച്ച് സത്യങ്ങൾ വെളിപ്പെടുത്താതെ മറ്റെന്തെങ്കിലും ലക്ഷ്യം ജയശങ്കറിന് ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവ ഉദ്ദേശിക്കുന്നത്? കുറച്ചു നേരത്തേക്ക് കിട്ടിയ സന്തോഷം വരാനിരിക്കുന്ന വലിയൊരു ദുഃഖത്തിനുള്ള മുന്നോടിയാണോ ഈശ്വര? ഹലോ, എന്തുപറ്റി? ശബ്ദത്തിനൊന്നും ഒരു ജീവനില്ലല്ലോ. അരുതാത്തത് എന്തെങ്കിലും അവിടെ സംഭവിച്ചോ?
അതോ ഒരിക്കലും വരില്ലെന്ന് കരുതി അനാഥയാണെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നിന്റെ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും വന്നോ? വന്നത് അച്ഛനും അമ്മയൊന്നും അല്ല, ജയശങ്കരാ. എന്നിട്ട് അവന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവൻ കെട്ടാൻ വെച്ചിരുന്ന താലിയെടുത്ത് നിന്റെ കഴുത്തിൽ കെട്ടിയോ? അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ എന്ത് സംഭവിച്ചു? നിന്നെ കണ്ടെത്തിയേ മതിയാവൂ, നിന്നെ തീർത്ത് കളയുമെന്നൊക്കെ പറഞ്ഞ് നടന്നവനാണല്ലോ. എന്താ അവൻ അവിടെ വന്ന് നിന്നെ കണ്ടപ്പോ പഴയതൊക്കെ മറന്നോ? അതോ എല്ലാരെയും മയക്കുന്ന നിന്റെ മയക്കുവിദ്യ ഉപയോഗിച്ച് നീ ജയശങ്കറിനെയും മയക്കിയെടുത്തോ? അല്ല, അയാളെന്നെ അറിയില്ലെന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. സത്യമായിട്ടും പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞെന്നുള്ള ചിന്തയില്ല ഞാനിപ്പോ. ഇനി മറ്റെന്തെങ്കിലും ലക്ഷ്യം വച്ചുകൊണ്ടാണോ അവൻ അങ്ങനെ പറഞ്ഞതെന്നൊരു പേടി. അപ്പൊ അവൻ മയങ്ങി. കൂറുള്ളവനാ, കാശിനോട് ആർത്തിയുള്ളവനാ. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി പോത്തെ, അവന്റെ ഒരു വാക്ക് മതിയായിരുന്നു നിന്നെ ആ സത്യാമ മണിമാളികളിൽ നിന്ന് എന്നേക്കുമായി നിന്നെ ചവിട്ടി പുറത്താക്കാൻ. പിന്നെ വിഷ്ണുവും നിന്റെ കഴുത്തിൽ താലി കെട്ടില്ല, ജയശങ്കറും നിന്റെ കഴുത്തിൽ താലി കെട്ടില്ല. മറ്റുള്ളവരെ വഞ്ചിച്ചതിനും വേണമെങ്കിൽ നിന്നെ പിടിച്ച് സത്യാമ ജയിലിലും അടയ്ക്കും. അങ്ങനെയൊന്നും സംഭവിക്കാതെ നീ ഇപ്പൊ അവിടെ നിൽക്കുന്നത് ജയശങ്കറിന്റെ ഒരൊറ്റ വാക്കിന്റെ പുറത്താ. ഞാൻ വിലയ്ക്ക് വാങ്ങിയ അവന്റെ ആ ഒറ്റ വാക്കിന്റെ പുറത്ത്. അപ്പോ ജയശങ്കർ അങ്ങനെ പറയാൻ കാരണം? പിന്നെ നിനക്ക് വേണ്ടി ആരാടി ഇത്തരം നാറിയ കളികളൊക്കെ കളിക്കുന്നത്? വൺ ആൻഡ് ഓൺലി മധുശ്രീ. പപ്പിമോള് പറയും പോലെ എ കംപ്ലീറ്റ് റിയൽ ബാഡ് ഗേൾ. ജയശങ്കർ, പേരിൽ മാത്രം ജയം, നേരിട്ടുകൊണ്ടിരിക്കുന്നത് തോൽവികൾ മാത്രം അല്ലേ? ദയവായിട്ടാ തന്നെ എന്റെ അടുത്ത് എത്തിച്ചത്. ഇത് സർവേശ്വരൻ കളിക്കുന്ന കളിയാ. കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടാൻ വേണ്ടി ഒടേ തമ്പുരാൻ കാലേ കൂട്ടി ചില കണക്കുകൂട്ടലുകൾ നടത്തിയിട്ടുണ്ട്. അത് ആ വഴിക്കേ നടക്കൂ. ഒന്ന് തെളിച്ചു പറഞ്ഞ നന്നായിരുന്നു. ധൃതി പിടിക്കാതെ തെളിയിക്കാം. നന്നായി മനസ്സിലാക്കിയും തരാം. ഈ കാണിക്കുന്ന ധൃതിയും എടുത്തുചാട്ടവുക തന്നെ ഈ പെരുവഴിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ ഉപദേശം വേണമെന്നില്ല, നേരെ കാര്യത്തിലേക്ക് വരാം. ഉപദേശത്തിന്റെ കുറവുണ്ട് ജയശങ്കർ തനിക്ക്. അതുകൊണ്ടാ താൻ ഇങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സത്യം പറ, കാർത്തികയെ കണ്ടെത്തി അവളോട് പ്രതികാരം ചെയ്യാനാണോ തന്റെ ഈ പുറപ്പാട്? അതോ അവളെ കെട്ടി ഒരു കുടുംബജീവിതം നയിക്കാനോ? നിങ്ങൾക്കറിയോ കാർത്തിക എവിടെ ഉണ്ടെന്ന്? അവളെ കുറിച്ച് എന്തെങ്കിലും അറിവ്? അറിയാമെന്ന് കൂട്ടിക്കോ. അവളിപ്പോ എവിടെയുണ്ടെന്നും എങ്ങനെയാണെന്നും ഒക്കെ. എങ്കിൽ പറ, അവളിപ്പോ എവിടെ ഉണ്ട്? എനിക്ക് അവളെ ഒന്ന് കാണണം, ഇപ്പൊ തന്നെ. ആവേശമൊന്നും വേണ്ട. കാർത്തിക ഇപ്പോ തനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അത്രയും ഉയരത്തില. കോടീശ്വര കുടുംബത്തിലെ മരുമകളാവാൻ ഒരുങ്ങി നിൽക്കുക. പ്രതികാര കഥയും കൊണ്ട് അവിടെ ചെന്ന പുഷ്പം പോലെ തന്നെ എടുത്തവര് പോലീസ് വാനിലേക്ക് ഇടും. പിന്നെ കേസും കൂട്ടവുമായി കുറെ നാൾ അങ്ങനെ പോകും. ചിന്തിക്ക്, അങ്ങനെ ഒരു ലൈഫിലേക്ക് പോണോ അതോ കുറച്ച് ചില്ലറയൊക്കെ കിട്ടി ജീവിതം പച്ച പിടിപ്പിക്കണോ എന്ന്? മനസ്സിലായില്ല. ചില്ലറ, കറൻസി, മനസ്സിലായില്ലേ? തെളിച്ചു പറഞ്ഞ നല്ലൊരു തുക ഞാനങ്ങ് തരും. എന്തിന്? ആ, അതൊരു ചോദ്യമാ. ഞാൻ എന്തിനാ തനിക്ക് കാശ് തരുന്നേ? പക്ഷേ ജോലിയുണ്ട്. തരുന്നത് വെറുതെ അല്ല. ജയശങ്കർ എന്തായാലും കാർത്തികയ്ക്ക് മുന്നിലെത്തും.
അല്ലെങ്കിൽ തന്നെ തേടി നടക്കുന്നവർ കാർത്തികയ്ക്ക് മുന്നിലെത്തിക്കും. അപ്പോ ഒരൊറ്റ ഉത്തരം പറഞ്ഞാ മതി. ഒരേ ഒരു ഉത്തരം. കാർത്തിക എന്നൊരാളെ ജയശങ്കർ എന്ന നിനക്ക് അറിയില്ല എന്ന്. അതവര് വിശ്വസിക്കുമോ? കാർത്തിക പറഞ്ഞ കഥകളൊക്കെ വിശ്വസിക്കുമെങ്കിൽ തന്റെ ഈ ചെറിയ കഥയ്ക്ക് അവര് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാൻ പോകുന്നില്ല. സത്യാവസ്ഥ ചികഞ്ഞ് പിന്നാലെ വരാനും പോകുന്നില്ല. തനിക്കാണെങ്കിലോ വിയർത്ത് കുളിച്ച് കാർത്തികയെ തിരഞ്ഞ് ഇനി നടക്കുകയും വേണ്ട. പ്രതികാര കഥ മറക്കാൻ ഞാൻ തരുന്ന പ്രത്യുപകാരം മാത്രം മതി. എന്തു പറയുന്നു? ഡീലാണെങ്കിൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തും. പറയുന്ന അത്രയും. അല്ല, താൻ ചിന്തിക്കുന്നതിനും അപ്പുറം. അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് തനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ ഭീകരവുമായിരിക്കും. എന്തു പറയുന്നു? യെസ് ഓർ നോ?